ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 125 വണ്ടി. കാർബറേറ്റർ ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കാർബറേറ്റർ ക്ലീൻ ചെയ്യാൻ റണ്ണിങ്ങിൽ സ്ലോ ആക്കുമ്പോൾ വണ്ടി ഓഫായി പോകണം കംപ്ലൈൻറ്റ് പറഞ്ഞത്. പിന്നെ മീറ്റർ സ്പീഡോ മീറ്റർ ഇടയ്ക്ക് സൂചി പെട്ടെന്ന് കയറി വന്നിട്ട് തിരിച്ചു വരും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ കംപ്ലയിൻറ്റ് ശരിക്കും പറഞ്ഞാൽ ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ഉണ്ടോ. അത് ചില സമയങ്ങളിൽ സെൽഫ് എടുക്കുമ്പോഴും ആ പ്രശ്നം കാണിക്കുന്നുണ്ട്. ബാറ്ററി ഞാൻ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ കണ്ടീഷൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വോൾട്ട് നോക്കുമ്പോൾ കണ്ടോ 12.40 ആ റേഞ്ചിൽ വോൾട്ട് വരുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ സെൽഫ് അടിക്കുന്ന സമയത്തും കൃത്യമായിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സെൽഫ് ചില സമയങ്ങളിൽ ഒരു മൂളിച്ച് സൗണ്ടോട് കൂടിയിട്ട് വന്നിട്ടുണ്ട്. ബെൻഡെക്സിൻ്റെ സൗണ്ടൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡിജിറ്റൽ മീറ്റർ ആയതുകൊണ്ട് തന്നെ വോൾട്ടിൽ വേരിയേഷൻ വരുമ്പോൾ ചെറിയൊരു വേരിയേഷൻ വന്നാൽ പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ മീറ്റർ ആയതുകൊണ്ട് അത് റീകൗണ്ട് ആവും. അതാണ് ശരിക്കും ആ ഇങ്ങനെ പോയിച്ച് തിരിച്ചു വരണം കേട്ടോ. അത് 100% ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി കംപ്ലയിൻറ്റ് വന്നിട്ട് ബാറ്ററി മാറ്റി വെച്ചാലാണ് അത് ക്ലിയർ ആവുള്ളൂ. കാർബറേറ്റർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാലാണ്. സ്ലോ ജെറ്റൊക്കെ ബ്ലോക്ക് ഉണ്ട്. സ്ലോ ജെറ്റ് നമ്മൾ കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട്. ഇതിൻ്റെ ഈ കാർബറേറ്ററിൻ്റെ ഇവിടെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ കൈമൊക്കെ പൊടി പോലെ വന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വെള്ള കളറിൽ പൊടി പോലെയൊക്കെ വന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ കാർബറേറ്ററിൻ്റെ പെട്രോൾ കിടന്നിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ വന്നേക്കണതാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ക്ലിയർ ചെയ്താലും ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്താലും ചില സമയങ്ങളിൽ ആ ട്യൂണിങ്ങിലൊക്കെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. തന്നെയല്ല ഓവർഫ്ലോ വരാനും സാധ്യത കൂടുതലാണ് കേട്ടോ. കാരണം ഈ ഇങ്ങനെ ഇരിക്കുന്ന സംഭവം നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ കൊണ്ട് പൊളിഞ്ഞു വരും, ആ പൊടി പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഫ്ലോട്ട് വാൽവൊക്കെ കൃത്യമായിട്ട് അടയാത്തൊരു കണ്ടീഷൻ വരും. അങ്ങനെ വന്ന സമയത്ത് ഓവർഫ്ലോ വരാനും നിലവിൽ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളെന്തെങ്കിലും പറഞ്ഞേക്കണ സ്ഥിതിക്ക് കാർബറേറ്റർ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പറഞ്ഞത് സ്പീഡോമീറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ആ കംപ്ലയിൻറ്റ് ബാറ്ററിയുമായി റിലേറ്റഡ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കേസാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വേറെ സർവീസോ വർക്കോ അങ്ങനെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞിരിക്കുന്ന വർക്കാണ് ആ രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ.